അപ്പോൾ അതിബുദ്ധിമാനായ ഒരു പ്രായം ചെന്ന വൃദ്ധനായ ഒരാൾ, അദ്ദേഹത്തിന് ഒരു തോട്ടമുണ്ട്. ഈ പൂന്തോട്ടങ്ങളാണ്, ചെറിയ ഗാർഡൻസാണ്. ഒരിക്കലും അദ്ദേഹം രണ്ടാളുകളെ അവിടുത്തെ ജോലിക്ക് വേണ്ടി നിയോഗിക്കുകയാണ്, റയാനും ഇഷാനും. എല്ലാ ദിവസവും വലിയ രണ്ടുപേരും തോട്ടത്തിൽ വരും. രണ്ടുപേരും ഒരേ ടൈമിനാണ് ഡ്യൂട്ടിയിൽ കയറുന്നത്. വെള്ളം ഒഴിക്കുന്നുണ്ട്, അതിനുവേണ്ടി വളങ്ങൾ കൊടുക്കുന്നുണ്ട്, വൈകുന്നേരം കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. റയാന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതോടുകൂടി തന്നെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആ ചെടികളെ പരിലാളിക്കുന്നതും കൂടി ഉണ്ടായിരുന്നു. ഇഷാനാണെങ്കിൽ എല്ലാ ദിവസവും വന്നിട്ട് വെള്ളം ഒഴിക്കും. വൈകുന്നേരം സമയമാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സമയം നോക്കിയിട്ട് വാച്ചിൽ നോക്കിയിട്ടാണ് ആൾ എന്ത് ചെയ്ത് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം അതിശക്തമായ കാറ്റും മഴയും വന്നിട്ട് നമ്മുടെ ഈ പൂന്തോട്ടം നശിച്ചു പോവുകയാണ്. മുഴുവൻ ചെടികളും നശിച്ചു പോയി. അങ്ങനെ വൃദ്ധനായ ആൾ വന്നിട്ട് പറഞ്ഞു, നമുക്ക് നാളെ എന്ത് ചെയ്യണം, ഈ ചെടികളൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യണം, വിത്തുകൾ വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം റയാൻ രാവിലെ തന്നെ കുറേ വിത്തുകളുമായിട്ട് ഇവിടെ വന്നു, ഈ പൂന്തോട്ടത്തിൽ വന്നു. ഇഷാനാണെങ്കിൽ ടൈമായ സമയത്ത് വന്നിട്ട് ആദ്യമായിട്ട് തന്നെ ഇഷാൻ ചോദിച്ചത്, ഞാൻ ഈ പണിയെടുത്തു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഓവർ ടൈം കിട്ടുമെന്നാണ് ഈ വൃദ്ധനോട് ചോദിച്ചത്. അയാളൊന്നും കേട്ട പാതി കേൾക്കാതെ പാതി ആ ജോലിയിൽ ഇവർ രണ്ടാളും മുഴുകി. അങ്ങനെ അവസാനം വൃദ്ധന് അസുഖമായി, ആൾ രോഗശയ്യയിലായി മരിക്കാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് റയാനെ ഇഷാനെ അടുത്തേക്ക് വിളിക്കുകയാണ്. റയാനോട് പറഞ്ഞു, ഇനി നീയാണ് ഈ പൂന്തോട്ടം നോക്കേണ്ടത്. അപ്പോൾ ഇഷാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഒരേ ദിവസം ജോലിക്ക് വന്ന ആളുകളല്ലേ, എന്തിനാണ് നിങ്ങൾ റയാനെ ഇതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുന്നത്, എന്തുകൊണ്ട് എന്നെ നിങ്ങൾ ഈ പണി ഏൽപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ വൃദ്ധനായ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഇവിടെ വന്നത് ജോലിക്കാണ്, നിനക്ക് വേണ്ട സാലറി ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ റയാൻ ഇവിടെ വന്നത് ജോലിക്കാണെങ്കിലും അവൻ ജോലിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്തായിരുന്നു, ഈ ചെടികളെ സ്നേഹിച്ചായിരുന്നു. അതുകൊണ്ട് അവന് വേണ്ടത് ഗ്രോത്തായിരുന്നു. ഗ്രോത്ത് വേണ്ട ആളുകൾക്കാണ് എന്ത് വേണ്ടത്, ഇതേപോലത്തെ ഒരു പൂന്തോട്ടം വേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മൾ ഓരോരുത്തരെയും പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ ഏതൊരു ഓഫീസിൻ്റെ അകത്താണെങ്കിലും നമ്മൾ വരുന്നത് എന്ത് പർപ്പസിനാണ്? നമ്മൾ ആകെ ഒരു ടൈമിന് വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ സമയം നോക്കിപ്പോയി അന്ന് ആ സാലറി മേടിക്കുന്നതിനാണോ വരുന്നത്? അല്ല, വരുന്നതിൻ്റെ കൂടെ ആ ചെയ്യുന്ന വർക്കിനും നമ്മൾ ആരോടൊക്കെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരോട് സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറാനും ആ സംവദിക്കാനും, അതേപോലെ നമുക്കൊരു ഗ്രോയിങ് മൈൻഡിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്? ഈ ചിന്ത നിങ്ങളെ മനസ്സിൻ്റെ അകത്തേക്ക് ഇട്ടുതരാൻ വേണ്ടിയിട്ടാണ്.